ഓരോ ജീവജാലത്തെയും ഭൂമിയിൽ പ്രതിഷ്ഠിച്ചത് എൻ്റെ കയ്യിലിരിപ്പ് ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന ഭൂമി മാത്രമല്ല പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഭൂമി. ഒട്ടനവധി ഗ്രഹങ്ങളുള്ള സംവിധാനമാണ് പ്രകൃതി. ഈ പ്രകൃതിയിലെ സർവത്ര സംവിധാനം ഏതൊക്കെ രീതിയിൽ ആയിത്തീരണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഓരോന്നിനെയും ഞാൻ എന്നാണ് ഗോവനം പറഞ്ഞതല്ല, ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് സത്യസന്ധമായി ഇന്ന് വരെ ഭൂമുഖത്തും മറ്റ് ഗ്രഹങ്ങളിലും നേരിൽ കാണാത്ത സർവശക്തമായ ഈശ്വരൻ്റെ പ്രവൃത്തിയാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നടത്തുമ്പോൾ ഓരോ സംവിധാനങ്ങൾ ഓരോരുത്തരും പറഞ്ഞില്ലേ എന്ന മാതിരി പ്രകൃതിയും അതേമാതിരി പല രീതിയിലും രൂപകൽപ്പന ചെയ്ത് വിട്ട ജീവികളിൽ ആ ജീവികളുടെ ജീവിത രീതി ഏതൊക്കെ രീതിയിലായി തീരണമെന്ന് തീരുമാനിച്ചത് പ്രകൃതിയാണ്. അതിനാൽ ആ പ്രകൃതിയെ സാഷ്ടാംഗം നമസ്കരിക്കുക എന്നല്ലാതെ പ്രപഞ്ചം എന്ന് പറയുന്ന സത്യസന്ധമായ സർവശക്തനായ ഈശ്വരന് മുന്നിൽ എല്ലാ ജീവജാലങ്ങളും കീഴടങ്ങുക അല്ലാതെ എങ്ങനെയും കഴിച്ചിലാവാമെന്ന് ആരും വിചാരിക്കണ്ട. അതിൻ്റെ ഓരോ ചെറിയ ചെറിയ സാമ്പിൾ ഇങ്ങനെ വരാം. കൊടുങ്കാറ്റ് അങ്ങോട്ട് കയറ്റി, മറ്റേ കാറ്റ് ഇങ്ങോട്ട് വീറ്റി, കടൽ അങ്ങോട്ട് കയറ്റി, പർവ്വതം ഇങ്ങോട്ട് വീണ്, മറ്റത് അങ്ങോട്ട് ഇടിഞ്ഞ് വീണ്, ഭൂമിൻ്റെ അടിയിൽ കിളികളി കുലുക്കി എന്നൊക്കെ പറയുമ്പോൾ ഭൂമീൻ്റെ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കണുള്ളൂ കാണുള്ളൂ. അതല്ല സ്ഥിതി. എത്ര ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലുണ്ടോ അതിനൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള സംവിധാനം നടത്തിയവനാണ് ഞാൻ. അത് ഓർമ്മയുണ്ടായാൽ നിങ്ങൾക്ക് എന്ന് പ്രപഞ്ചം